ഹലോ, നമസ്തേ, ഹരേ കൃഷ്ണ. നന്ദനം ഹിൽ ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആവട്ടെ എല്ലാവർക്കും. ഇന്ന് ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇന്നലെ ഇട്ട റീഡിംഗ് ഒരുപാട് പേർക്ക് റെസിനേറ്റ് ആയി എന്ന് പറഞ്ഞ് പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജ് വന്നു. കമന്റ് ബോക്സിൽ നോക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് നല്ല കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. കുറെ പേർക്ക് റിയൂണിയൻ സംഭവിച്ചു, അതായത് വിളിച്ചു എന്നും കോണ്ടാക്ട് ചെയ്തു എന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പേര് മെസ്സേജ് അയച്ചു. പിന്നെ എല്ലാവർക്കും വിളിച്ച എല്ലാവർക്കും ടാരോ പേഴ്സണൽ റീഡിംഗ് എടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. ഇന്ന് മുതൽ നമ്മുടെ ടാരോയുടെ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്പെഷ്യലി നന്ദി പറയാണ്. പിന്നെ ഒരു ഓഫർ ഞാൻ വെക്കാൻ പോവാണ്. ഇനി ഇത് കണ്ടിട്ട് റെസിനേറ്റ് ആയി എന്ന് തോന്നുന്നവർക്ക്, പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന ആൾക്കാർക്ക്, നിങ്ങൾക്ക് ലവ് ജോയിനിങ് ആവാൻ വേണ്ടിയിട്ട്, റീയൂണിയൻ പെട്ടെന്ന് സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിറാക്കിൾ സ്വിച്ച് വേർഡ് ഞാൻ എല്ലാവർക്കും, അതായത് പേഴ്സണൽ റീഡിംഗ് വരുന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഈ ഓഫർ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു 11 ദിവസത്തേക്ക്. കാരണം ഇന്നത്തെ അതായത് ഏഞ്ചൽ എന്താ പറയാ, നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, യൂപ്പിറ്ററും യുറാനസും അങ്ങനെ നമ്മുടെ ഗ്രഹങ്ങളൊക്കെ ഒരേ നിലയിൽ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതിന്റെ ഒരു പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് 25/1/25 മുതൽ 31 വരെ. ഇതിന്റെ ഇടയിൽ റീഡിംഗ് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു മാജിക്കൽ വേർഡ്, സ്വിച്ച് വേർഡ് ഞാൻ അവർക്ക് ആരാണോ പേഴ്സണൽ റീഡിംഗിന് ബുക്ക് ചെയ്യുന്നത് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതാണ് ഇന്നത്തെ ആദ്യത്തെ ഓഫർ. അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം. അപ്പോ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഒരുപാട് പേഴ്സണൽ മെസ്സേജ് വന്നതുകൊണ്ടും ഇത് വന്നിരിക്കുന്ന സ്പ്രെഡ് അങ്ങനെ ആയതുകൊണ്ടും തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇപ്പോഴത്തെ അവസ്ഥ, ഇന്നലെ അതന്നെയാണ് വായിച്ചത്, പക്ഷെ ഇന്നലെ നിങ്ങളുടെ എനർജിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളുടെ അല്ല നോക്കുന്നത്, അവർ തമ്മിലുള്ള ആ ഒരു എനർജിയാണ് ഞാൻ നോക്കുന്നത്. ആദ്യം തേർഡ് പാർട്ടിയാണ്, പിന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോ എന്താ പറയാ, അടിപിടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഞാൻ നല്ല പറഞ്ഞല്ലോ, എന്തോ ഒന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി അവിടെ ആ സംഭവങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അവർക്കിപ്പോ സ്നേഹം കിട്ടുന്നില്ല. സ്നേഹം എന്നുള്ളൊരു കണ്ടന്റ് ഉണ്ടല്ലോ, എന്ത് തന്നെയാണെങ്കിലും, പൈസ ആയാലും ഇനിയിപ്പോ എന്ത് തന്നെ ആയാലും സ്നേഹം എന്നുള്ളൊരു എലമെന്റ് അവിടെ മെയിൻ ആയിട്ടുണ്ട്. അതില്ലെങ്കിൽ മടുപ്പ് തോന്നും, അറിയാലോ. അപ്പൊ ആ ഒരു മടുപ്പ് അവർക്ക് ഇങ്ങേരെ കൊണ്ട്, അതായത് നിങ്ങളുടെ വ്യക്തി ആണായാലും പെണ്ണായാലും അവരെ കൊണ്ട് മടുപ്പ് തോന്നി തുടങ്ങി. അപ്പൊ അവർ എത്രയും പെട്ടെന്ന് ചവിട്ടി പുറത്താക്കണം എന്നുള്ളൊരു രീതിയാണ് അവരുടെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വേടെന്ന് പറയണം, അടിച്ചു പുറത്താക്കുക, പുകച്ച് പുറത്ത് ചാട്ടിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ അവർക്ക് ചെയ്യണം എന്നാണ്. പകുതിയും അവരത് കുറച്ചു പേരുടെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് രസം. ആ ഒരു ഫൈറ്റിങ്ങില് അവര് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ അവര് തമ്മില് ഈ നിങ്ങളെ മുമ്പ് അനുഭവിച്ച പോലെ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വിളിക്കുമ്പോ തന്നെ നല്ല ഫൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ ബ്ലോക്കും ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ വ്യക്തിക്ക് എന്ന് പറഞ്ഞ ചില ഒരു ഉളുപ്പില്ലായ്മയുള്ളത് കൊണ്ട്, അതായത് ഉളുപ്പുള്ളത് കൊണ്ട് അവര് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരു മടിയാണ്. കാരണം ഞാൻ നല്ല പറഞ്ഞല്ലോ, ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യും, എടുത്തെറിയോ, അതോ ഇനിയിപ്പോ വേറെ വല്ലതും പറയോ, അല്ലെങ്കിൽ നാണം കെട്ടിട്ട് നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അറിയാലോ ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഇപ്പോഴും അവിടെ ഇങ്ങനെ ഒന്ന് വാതിൽ തുറക്കോ പറഞ്ഞ ഡോറിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ തേർഡ് പാർട്ടി, ആ വ്യക്തി മനസ്സുകൊണ്ട് അകന്നു കഴിഞ്ഞു. അവര് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറി സഞ്ചരിക്കണം, ഈ ആളുടെ കൂടെ ഇരിക്കുക. ചിലപ്പോ നിങ്ങളുടെ വ്യക്തി തന്നെ അടിപിടി നടത്തുന്നുണ്ടാവും, അവരുമായിട്ട് നല്ല ഫൈറ്റ് നടത്തുന്നുണ്ടാവും. വാക്കുകൾ കൊണ്ടാണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നല്ല രീതിയിൽ അവരെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്ന പോലെ ആർക്കെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അതാണ് ഞാൻ ചോദിക്കേണ്ടത്, എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇത്രയും കാലം അവരെ പിടിച്ചു നിന്നു, കാരണം നിങ്ങളുടെ ഉള്ളിൽ റിയൽ ആയിട്ടുള്ള ലവ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പോയിരിക്കുന്ന ആള്
കൊണ്ടുപോയ ആള്, അവർക്ക് അയാളെ ചുമക്കേണ്ട യാതൊരു കാര്യമില്ല. മനസ്സിലാകണ്ടോ? അപ്പൊ അവരെന്താണ്, വേഗം മാറിപ്പോവും. അവർക്ക് ഇതല്ലെങ്കിൽ വേറൊരാള്, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും അവര്. അല്ലാണ്ട് നല്ല വ്യക്തികളാവില്ല അവർ. കാരണം അവർക്ക് നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ഒക്കെ മനസ്സിൽ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒന്ന് കിട്ടിയല്ലോ, ഒരു കളിപ്പാട്ടം കുട്ടികളുടെ നിന്ന് തട്ടിപ്പറിച്ച് കളിക്കുക. പക്ഷെ അവരൊന്നും അത് കളിക്കൂല. അതിനോടുള്ളൊരു ഇത് ഇൻട്രസ്റ്റ് കുറയുന്ന സമയത്ത് അതിനെടുത്ത് ദൂരെ കളയും, അല്ലെങ്കിൽ പുതിയൊരു കളിപ്പാട്ടം കിട്ടുമ്പോ അതിലേക്ക് പോകും. അതേപോലെയാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇരുന്നപ്പോ അതിന് നല്ല ഭംഗിയായിരുന്നു ആ കളിപ്പാട്ടത്തിന്. അത് കണ്ടപ്പോ അവർക്കത് വേണം തോന്നി, അവർ പിടിച്ചു പറിച്ച് വാങ്ങിച്ചു. പക്ഷെ അവരുടെ കയ്യിലെത്തിയപ്പോ അതിനൊരു വിചാരിച്ചത്ര ഭംഗിയൊന്നുമില്ല. കാരണം നിങ്ങളും അവരും കൂടി ഇരുന്നപ്പോഴാണ് ആ കളിപ്പാട്ടം നല്ലൊരു അതിന്റെ പർപ്പസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ക്യൂട്ട്നെസ് അതിന് അപ്പോഴായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളിപ്പോ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പണ്ട് നമ്മുടെ ആഷിഖ് ഗുരുവായൂരുടെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫ്ലൂട്ട് ഓടക്കുഴല് നമ്മള് എന്താ പറയാ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഫ്ലൂട്ട് വായിക്കുന്ന ആള് അത് നന്നായി വായിക്കുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് തോന്നും നമുക്ക് ഇതേപോലെ വായിക്കാൻ പറ്റും. കാരണം നമ്മൾ ആ ഫ്ലൂട്ട് വാങ്ങി വീട്ടിൽ വരും. വീട്ടിലിരുന്ന് എന്ത് സംഭവിക്കും? നമുക്ക് വായിച്ചാൽ പറ്റുമോ? കിട്ടുമോ? ഇല്ല. അത് 2 ദിവസം കഴിഞ്ഞ് അവിടെ എവിടെയും കിടന്ന ചവിട്ടി പൊട്ടിച്ച് ഒടിഞ്ഞ് അതിനടുത്ത് കാട്ടിക്കളയല പതിവ്. അതേപോലെയാണ് ആ വ്യക്തി, അതായത് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോയിട്ട് ആ ഉദ്ദേശിച്ചത്ര ഫലമൊന്നും അവിടെ ഇല്ല. അവർക്ക് എന്താണ്, അണിഞ്ഞൊരുങ്ങി നടക്കണം, അല്ലെങ്കിൽ കുറെ പൈസ ചെലവാക്കണം. അവർക്ക് പൈസ എന്നുള്ള ആ ഒരു ഭൗതികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അവർക്ക്. ഒരു കറവ പശുവിനെ പോലെ ആയിരുന്നിരിക്കും നിങ്ങളുടെ പേഴ്സൺ അവർ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ അവര് നിങ്ങളുടെ കയ്യിൽ നിന്ന്, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ഒരു വരുമാനം കൊണ്ടൊക്കെ ആയിരിക്കും അവര് ചിലപ്പോൾ മേ ബി എന്താ പറയാ യാത്ര പോക്കും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള വരുമാനവും നിന്നു. ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് കൊടുക്കാനും പറ്റുന്നില്ല. അങ്ങേരെ എന്തായാലും അയാളുടെ കയ്യിൽ നിന്ന് എടുത്ത് പൈസ എടുത്ത് ചെലവാക്കി ഒരു കാര്യം ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ഒന്നെങ്കിൽ നിങ്ങളെ അറക്കുക, അല്ലെങ്കിൽ അവരെ അറക്കുക. ഇത് രണ്ടും അറക്കലും നടക്കാണ്ടായപ്പോ മൂപ്പർക്കും മതിയായി. മൂപ്പര് എന്ന് പറഞ്ഞാൽ ഞാനൊരു മെയിൽ ടച്ച് വെച്ച് പറയണമെന്നൊന്നും തോന്നരുത്, ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറയാണ്. ലേഡീസ് ആയിരിക്കാം എന്തോ, അവർക്ക് ഇങ്ങനെ ഭാഗികമായിട്ട് കാണിച്ചു കൂട്ടി ഷോപ്പൊക്കെ ചെയ്ത് നടക്കണം. അവർക്കൊരു ലവർ ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു പ്രണയം ഉണ്ട്. അത് കുറച്ച് വേണമെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോറി ഇടാനോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഒന്നും ഇല്ലെങ്കിൽ അങ്ങേരുടെ കയ്യിൽ നിന്നുള്ള ചെറുടാനായിരിക്കും. അതൊന്നും കിട്ടാത്ത പക്ഷം അവർക്ക് ഇങ്ങേരെ വേണ്ട, താൻ തന്റെ പാട് നോക്കി പോടോന്ന് പറയുന്നുണ്ടാവും. പക്ഷെ ഇങ്ങേർക്ക് ഒരു എളുപ്പില്ലാണ്ട് വീണ്ടും അവിടെ ചൊറിഞ്ഞു കുത്തി നിൽക്കുകയാണ്. ആ ഒരു മാറി വരുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ഡിവൈൻ റിയൂണിയൻ ഉണ്ടാവുക. കുറച്ചു പേര് കമന്റ് ഇട്ടു, ഇനി എനിക്ക് വയ്യ മാഡം, ഇനി വേണ്ട എന്ന് പറയാം. വേണ്ടാന്ന് തീരുമാനിച്ചാ വേണ്ട, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ അവർക്ക് നിങ്ങളെ വേണമെന്ന് പറഞ്ഞിട്ട് വരുമ്പോ സ്വീകരിക്കുന്നതും റിജക്ട് ചെയ്യണതും നിങ്ങളുടെ മനസ്സിന്റെ കാഴ്ചപ്പാടാണ്. പക്ഷെ അവരൊരിക്കലും ശപിക്കരുത്. കാരണം ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപം തിരിച്ച് നമ്മൾക്ക് തന്നെ റിവേഴ്സ് വരും. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഒരാളും ശപിക്കാൻ പാടില്ല. ശപിക്കാൻ നമ്മൾ ദൈവങ്ങളൊന്നും അല്ല. ദൈവങ്ങൾ ഒരിക്കലും ശപിക്കില്ല. അവർ നമ്മളെ ചേർത്ത് പിടിക്കുകയേ ചെയ്യുള്ളൂ. നമുക്ക് അവരെ ബ്ലെസ് ചെയ്യാൻ പറ്റും. കാരണം ദൈവവും നമ്മളും ഒന്നാണ്. തത്വമസി, അത് നീയാവുന്നു എന്നല്ലേ പറയണത്. അപ്പോ ദൈവവും നമ്മളും ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ അവരെ അനുഗ്രഹിക്കുക. അപ്പൊ അനുഗ്രഹിച്ചിട്ട് അവർ വലിയ നന്നായി മാറും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾ അവരെ അനുഗ്രഹിച്ച ആ അനുഗ്രഹം നിങ്ങൾക്കായിരിക്കും വരിക. നിങ്ങൾ അവരെ ശപിച്ച ആ ശാപവാക്ക് നേരെ റിവേഴ്സ് ആയിട്ട് നിങ്ങൾക്കായിരിക്കും വരിക. ആരെങ്കിലും മനസ്സ് പ്രാഗി ആൾക്കാരെ ആരെങ്കിലും രക്ഷപ്പെട്ട ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ അമ്മമ്മമാരും മുത്തശ്ശിമാരും, നമ്മുടെ അല്ല, ആ ഒരു കാലഘട്ടത്തിൽ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പൈപ്പിംഗ് ചോട് എന്ന് പറയും. പൈപ്പിംഗ് ചോട് എന്ന് പറഞ്ഞാൽ പബ്ലിക് വാട്ടർ ടാപ്പ്. വീട്ടിലൊക്കെ ഹൗസ് കണക്ഷൻ വരുന്നതിന് മുമ്പ് അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ അവിടെ. നമ്മുടെ അവിടെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ കുളക്കടവായിരിക്കാം, ചിലപ്പോൾ പൈപ്പിംഗ് ചോടായിരിക്കാം. ഇവിടെയൊക്കെയാണ് ന്യൂസ് ഏജൻസികൾ അല്ലെ പണ്ടത്തെ. അവിടത്തെയൊക്കെ ആൾക്കാര് ഇങ്ങനെ നിന്ന് എല്ലാവരും കേൾക്കാൻ നിന്ന് പ്രാഗുണ്ടാവും. ആരെങ്കിലും ഓപ്പോസിറ്റ് നിന്ന് പ്രാഗുണ്ടാവും. പക്ഷെ ആ പ്രാഗി ആൾക്കാർ രക്ഷപ്പെട്ട ചരിത്രം നിങ്ങൾക്ക് അറിയോ?
ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളും അത് ചെയ്യാതിരിക്കുക. വിഷമം ഉണ്ടാവും, മനോവിഷമം ഉണ്ടാവും. ഭഗവാനെ സമർപ്പിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് സമർപ്പിക്കുക. ദൈവം അത് നോക്കിക്കോളും. നിങ്ങൾക്ക് നല്ലത് എന്താണോ അത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ഇപ്പൊ അവരുടെ ഭാഗം മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എല്ലാ തരത്തിലും എന്തായി, മടുത്ത് പൈസയും പോയി, മാനവും പോയി, എന്താ പറയാ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവര് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവര് ഒരു കാലത്ത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു സ്ഥലത്തേക്ക് ചാടിപ്പോയതെങ്കിൽ, വാക്കുകൾ കൊണ്ട് അമ്മാനമാടി നിങ്ങളെ ട്രാപ്പ് ചെയ്തിട്ടാണ് പോയതെങ്കിൽ, അവരെന്തായാലും നല്ലൊരവസ്ഥയിലല്ല എത്തിയിരിക്കുന്നത്, അതറിയാലോ. ഇടയിലൊക്കെ ഒരു സൺകാർഡ് നിങ്ങളെ പറ്റി ആലോചിക്കുന്ന സമയത്ത് അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഒരു എന്താ പറയാ, തിരിച്ചു വരണം, വന്നാലും എന്നെ സംരക്ഷിക്കാൻ അവരുണ്ട്, നിങ്ങളുണ്ട്, അതായത് അവരെ മീൻസ് നിങ്ങളുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ ആൾക്ക് തിരിച്ചു വരണം എന്ന് തോന്നും. ചില സമയത്ത് ഇങ്ങനെ തലമുട്ടിയ പോലെ ഓരോ സിദ്ധാന്തങ്ങൾ കിട്ടുന്ന സമയത്ത് അങ്ങനെ അവർക്കൊരു തോന്നൽ വരും. അപ്പൊ ഫോൺ എടുക്കും, അപ്പോഴേക്കും ഈ കക്ഷീനെ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുമ്പോ നിങ്ങളുടെ വായുന്നും കൂടി ഇനി കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരിക്കും. ഇങ്ങനെയൊക്കെ നടന്നു പോകുന്നുണ്ട്. പൈസ തന്നെയാണ് മുമ്പും പറഞ്ഞ പോലെ അവർക്കും ഇപ്പോഴും സാമ്പത്തികമായിട്ട് പോക്കറ്റ് മണിക്ക് വേണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളെപ്പോ വിളിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ സ്നേഹം കൊണ്ട് ഇതൊന്നും പറയില്ല. വല്ലത് അയച്ചു തരുമോ, നാണമില്ലാണ്ട് ഏറ്റവും എളുപ്പപ്പെട്ട അവസ്ഥയിൽ പറയില്ലേ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്കിന്ന ചെയ്യാനുണ്ട്, ഇന്ന സാധനം വാങ്ങാനുണ്ട്. അപ്പൊ നിങ്ങൾ എന്നാ സ്നേഹത്തിന്റെ പുറത്ത് എന്തെങ്കിലും ആയിക്കോട്ടെ വിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ചുരണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ആ പൈസ ഇട്ട് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് വീണ്ടും ആ വ്യക്തി അവിടെ പോയി അവിടെ നിന്ന് പണിയും വാങ്ങി വയ്യാതായ അവസ്ഥയിൽ തല്ലും കൊണ്ട്, തല്ല് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള അടിയും ശാരീരികമായി ചിലപ്പോൾ അവിടുന്ന് കിട്ടുന്നുണ്ടോന്നൊന്നും അറിയില്ല. ഓക്കെ, വയ്യാതെയായി അവര് നിൽക്കുകയാണ് ഇപ്പോ. വേണ്ടിയിരുന്നില്ലാന്നായി എന്ന് പറയും നമ്മള്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോ. ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെയും നിങ്ങളുടെ അല്ല, നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സന്റെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇത് മനസ്സിലാക്കുക. നമുക്ക് ഒറാക്കിൾ കൂടെ എടുത്ത് നോക്കാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു ഡിയർ യൂണിവേഴ്സ്, 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 താങ്ക് യു ഡിയർ യൂണിവേഴ്സ്. ദേവി ഒറാക്കിളാണ് നമ്മളൊന്ന് എടുക്കാൻ പോകുന്നത്. ദേവിയാണ് നമുക്ക് ഗൈഡൻസ് തരാൻ പോകുന്നത്. ഓക്കെ, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അമ്മ അനുഗ്രഹിക്കട്ടെ. നാരായണ നാരായണ നാരായണ. ഫലതാദേവി എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നതിന്റെ ഫലങ്ങൾ നിങ്ങൾ മാത്രം നിക്ഷിപ്തമാവുമെന്നിരിക്കെ കർമ്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്കാവില്ല. അതായത് അത് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കർമ്മഫലം നമ്മൾ അനുഭവിക്കുക ആണ്. മേ ബി ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തില് എന്തെങ്കിലും ചെയ്ത ഒരു പാസ്റ്റ് ലൈഫ് നിങ്ങൾ ചെയ്തതാവില്ല, നിങ്ങളുടെ പൂർവികന്മാര് ചെയ്ത എന്തെങ്കിലും പാസ്റ്റ് ലൈഫ്, അതുമല്ല നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കർമ്മഫലം കൂടെ നമ്മൾ വാങ്ങി വെക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ശാപമാണെങ്കിലും തിരിച്ചു വരുന്നത് നമുക്കായിരിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും വഴക്ക് പറയുകയോ വിഷമിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെറിയൊരു കർമ്മഫലം ആയിരിക്കും ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് മാത്രം മനസ്സിൽ വിചാരിക്കുക. അടുത്ത കാർഡ് നോക്കാം. തുളസി ദേവി. പരിശുദ്ധ സ്നേഹത്തിന് സമയപരിധിയില്ല, അത് എന്നും നിലനിൽക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്, നിങ്ങളുടെ സ്നേഹം അത്രയും പ്യുവറാണ്. തുളസി ദേവിയുടെ കഥ അറിയാലോ അല്ലെ? ഓക്കെ, അപ്പോ അതേപോലെ നിങ്ങളുടെ സ്നേഹം അത്രയും പരിശുദ്ധമാണ്. തുളസി എന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധം എന്നുള്ള വേർഡല്ലേ, നമുക്കൊരു അതിന്റെ ഒരു ഫ്രാഗ്രൻസും അത് വായിലിട്ട് ചവയ്ക്കുമ്പോഴുള്ള ആ ഒരു ഫീലും ഒക്കെ അത്രയും പരിശുദ്ധമായതല്ലേ. അതേപോലെയാണ് നിങ്ങളുടെ ലവ്. അതുകൊണ്ട് ഇതിന് സമയപരിധിയൊന്നും ഇല്ല, അതിങ്ങോട്ട് വരും, എന്നും നിലനിൽക്കും. അതാണ് മെയിൻ കാര്യം, അത് എന്നും നിലനിൽക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഇതിപ്പോ ട്വിൻ ഫ്ലെയിം ജേണി ആണ്. പോയാലും കറങ്ങി തിരിഞ്ഞ് ബൂമറാങ്ങ പോലെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും എന്നാണ് ദേവി പറയുന്നത്. സമാധാനമായിട്ട് ഇരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വരുവാണെങ്കിൽ സ്വീകരിക്കണോ റിജക്ട് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. വേണ്ടെങ്കിൽ വേണ്ട വെച്ചോളൂ, വേണമെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചോളൂ. വന്നു കഴിഞ്ഞതിന് ശേഷം അവരെ പറ്റി അപവാദമല്ല, എന്താ വെറുതെ പിണങ്ങുന്ന സമയത്ത് തല്ലുകൂടാനോ അതിനൊന്നും നിൽക്കാൻ പാടില്ല ദയവേത്. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഓഫറിന്റെ കാര്യം,
ഈ ഒരു 31 തീയതി വരെ വരുന്ന എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആ പറഞ്ഞ ഒരു മിറാക്കിൾ സ്വിച്ച് വേർഡ് ഞാൻ എന്തായാലും തരുന്നതാണ്. ഇനി ടാരോ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവര് കുറച്ചുപേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അല്ല കമന്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ എപ്പോഴും നമ്പർ കൊടുക്കുന്നുണ്ടല്ലോ, ആ നമ്പറിൽ തന്നെ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടോ. മാക്സിമം കോൾ ചെയ്യാതിരിക്കുക, കാരണം ഞാൻ റീഡിംഗ് ടൈമിലായിരിക്കും. അതുകൊണ്ട് കോൾ ചെയ്താൽ ചിലപ്പോൾ എടുത്തില്ലെങ്കിൽ റീഡിംഗിലായിരിക്കും എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ മെസ്സേജ് ഇടുക, നമ്മൾ കാണുന്ന പക്ഷം നമ്മൾ എന്തായാലും റിപ്ലൈ തരും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. താങ്ക് യു.